ഞാനൊരു തമാശ പറയട്ടെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഇഷ്ടം ഒരാളോട് തുറന്നു പറയാം. ഇതിലും നല്ല വരികളുണ്ട്. അതെ, സംസാരിക്കുന്നതും MTയുടെ മഞ്ഞിനെ കുറിച്ച്. കാത്തിരിപ്പെന്ന പ്രമേയത്തെ ഇത്ര മനോഹരമായി കുറഞ്ഞ താളുകളിൽ എഴുതി വെച്ച മറ്റൊരു പുസ്തകമുണ്ട് എന്ന് സംശയമാണ്. ഒരു സംഗീതം പോലെ ശ്രവിക്കാവുന്ന, ഒരു കവിത പോലെ വായിക്കാവുന്ന പുസ്തകമാണ് MTയുടെ മഞ്ഞ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകത്തിൽ കഥാനായികയോട് ഒരു വൈകുന്നേരത്തെ കടം ചോദിക്കുന്ന നിഷ്കളങ്കനും നിസ്വാർത്ഥ സ്നേഹത്തിനുടമയുമായ സർദാർജിയെ കാണാം. തൻ്റെ പിതാവിന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധുവിനെയും സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിമലയെയും കാണുമ്പോൾ ഏതോ ഒരാൾക്ക് വേണ്ടിയുള്ള, എന്തോ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ആകത്തുകയാണ് ജീവിതമെന്ന് എനിക്ക് തോന്നുന്നു. വരാതിരിക്കില്ല അല്ലേ മേം സാബ്? അവൾ തലകുലുക്കി. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല.